ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ. ഞാനും ഉണ്ണേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 30ാം വിവാഹ വാർഷികമാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കിഴക്കേ നടയിൽ കൂടെ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. കാരണം ഇന്നിപ്പോൾ വെഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പോൾ ആ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി കുറച്ച് മുല്ലപ്പൂ ഒന്ന് ചൂടാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ണേട്ടന് മുല്ലപ്പൂ വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ വാങ്ങി തന്നു. ഞാൻ എന്താ ചൂടിക്കൊണ്ടിരിക്കണു. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടി കയറണം. ബാഗും ചെരുപ്പൊക്കെ കൊടുത്തിട്ട് വേണം തൊഴാൻ കയറാൻ. അപ്പോൾ നമുക്ക് ബാഗും ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ കൊടുത്തിട്ട് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതതിന് ശേഷം പ്രസാദത്തിനൊക്കെ ചീട്ടാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് തൊഴാനുള്ള ക്യൂവിൽ പോയി നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചു. അങ്ങനെ വരി നിന്ന് തൊഴുതു. അത് കഴിഞ്ഞ് പ്രസാദൂട്ട് കഴിച്ചു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്തു. ആൾക്കാർ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. കുറേ പേര് പ്രസാദൂട്ടിന് വരി നിൽക്കുന്നുണ്ട്. കുറേ പേര് അടുത്ത തൊഴലിന് വേണ്ടിയിട്ട് അവിടെ വരിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഗോകുൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ് കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നത്. അമ്പലത്തിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ടൊരു കുട്ടിയാണ്. എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ളൊരു പയ്യൻ തന്നെയാണ് കേട്ടോ. അവൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കമൻ്റ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഫോട്ടോസ് മോൻ തന്നെയാണ് എടുത്ത് തന്നത്. അപ്പോൾ ഞങ്ങൾ പോരുന്നതിൻ്റെ മുന്നായിട്ട് അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഈ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് ഇട്ടെടുത്തത്. ഈ ഭാഗത്തുള്ള വീഡിയോസൊക്കെ ആ ഫോട്ടോസും കുറച്ച് ഫ്രണ്ടിലെ കുറച്ച് ഭാഗങ്ങളും ഗൂഗിൾ എടുത്ത് തന്നു. ഗൂഗിൾ എന്നാണ് മോൻ്റെ പേരിട്ടോ. അവൻ കമൻറ്റിൽ വന്നിട്ടുണ്ട്. മോനോട് ഒരുപാട് നന്ദിയൊന്നും കൂടെ അറിയിക്കുന്നു. മോൻ വീഡിയോ കാണുകയാണെങ്കിൽ മോനെ ഞങ്ങൾ മറന്നിട്ടില്ല, ഓർമ്മിക്കേണ്ടതെന്നൊന്നും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടത്തെയൊക്കെ ഫോട്ടോസും ഇനി എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് പേര് പോയതായിരിക്കും. എന്നാലും ഇനി കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ. കുറേ കൂടി നമുക്ക് കാണുന്ന സംഭവങ്ങൾ എത്ര കണ്ടാലും മതി വരില്ലല്ലോ. കണ്ടത് പിന്നെയും കാണാനും ഉണ്ടത് ഉണ്ണാനുമാണ് മോഹം എന്നൊക്കെ പറയും പോലെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ ഏത് കാഴ്ച നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കണ്ടതാണെങ്കിൽ കൂടി പിന്നെയും കാണണം എന്ന് തോന്നും. കണ്ണനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഫോണും ബാഗും ഒന്നും അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ അവിടെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊടുത്തതാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്ന് തൊഴലും പ്രസാദൂട്ട് കഴിക്കലും എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പോരാൻ സമയത്താണ് ബാഗും ഫോണൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോണും ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോരുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റാണൊക്കെ വാങ്ങണത്. കാരണം പിന്നെ അത് കൈ പിടിച്ച് നടക്കാനുള്ള ഗതികേടും ഉണ്ടായതുകൊണ്ട് ബാഗൊക്കെ കൈ പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോരുന്ന സമയത്തേക്കാണ് അത് വാങ്ങിച്ചത്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അതിൽ കുറേ ആൾക്കാർ പ്രസാദൂട്ട് കഴിക്കണതിൻ്റെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ വരി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് കുറേ തിരക്കും കുറേ ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറേ തിരക്കൊഴിഞ്ഞ പോലെ. പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവിടെ കുറച്ച് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്. അതൊന്ന് പ്രോഗ്രാംസൊന്നും അവിടെ കണ്ടില്ല. എല്ലാ ദിവസവും പ്രോഗ്രാംസ് കാണാറുണ്ട് ചെല്ലുമ്പോൾ. ഇന്നലെ പോകുമ്പോൾ എന്താ പ്രോഗ്രാംസൊന്നും കണ്ടില്ല. ക്ഷേത്ര കുളമാണ് കേട്ടോ. കണ്ണൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് കുളത്തിൻ്റെ നടുക്കായിട്ട്. ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങണതിൻ്റെ അവിടെയുള്ള തൂണുകളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറേ പൊളിക്കുന്നുണ്ട്. കുറേ ഭാഗം തേച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല വഴുക്കലുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇറങ്ങിയപ്പോഴേക്ക് തന്നെ നല്ല വഴുക്കലാണ്. വെള്ളം മുട്ടുവരെയൊക്കെ ഇറങ്ങുമ്പോഴേക്കും നല്ല വഴുക്കലുണ്ടായിരുന്നു. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് വഴുക്കലുണ്ട് കേട്ടോ എന്ന് അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടോ. ഞാനൊരു സ്റ്റെപ്പ് വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, അധികം ഇറങ്ങിയില്ല, കാലുമുഖം കഴുകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കാരണം കുറച്ച് ആളുകളെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. പിന്നെയും നട അടയ്ക്കും. പിന്നെയും
കുറച്ച് ആളുകളെ കയറ്റും. അങ്ങനെയാണ് ഇന്ന് തൊഴൽ നടന്നിരുന്നത്. കണ്ണനെ എത്ര തൊഴുതാലും നമുക്ക് മതി വരില്ല. പിന്നെയും തൊഴണമെന്നും അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു മോഹം ഇങ്ങനെ ബാക്കി നിൽക്കും. നമുക്കത് തൊഴുതിട്ട് തൃപ്തി വന്നൊരു സമയമില്ല. കാരണം പിന്നെയും തൊഴണമെന്നും കാണണമെന്നും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ബാക്കി നിൽക്കും. തൊഴലൊക്കെ കഴിഞ്ഞ് പോരുന്നതിന് കുറച്ച് മുൻപായിട്ടാണ് കേട്ടോ ഞങ്ങൾ പ്രസാദങ്ങളൊക്കെ വാങ്ങിയത്. പാൽപ്പായസം, ത്രിമധുരം, വെണ്ണ, പഞ്ചസാര, പഴം, ഇനി വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രസാദങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ കണ്ണനെ ഒന്നും കൂടെ തൊഴുതു. നട അടച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്നും കൂടെ ഞങ്ങൾ മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനി അമ്പലത്തിന് പുറത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. അപ്പോൾ ഞങ്ങൾ കിഴക്കേ നടയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോരുന്നത്. അവിടെ നിന്നാണ് വണ്ടി കയറണത്. അപ്പോൾ ഇനി ഗുരുവായൂരത്തെ പുറമേയുള്ള കാഴ്ചകൾ, കടകളിലുള്ള ഉണ്ണിക്കണ്ണന്മാരും, ഈ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ ഭംഗിയല്ലേ. നെൽക്കതിര് ഒരു വീടിൻ്റെ മുൻഭാഗത്തോ പൂജമുറിൻ്റെ അവിടെയൊക്കെ തൂക്കാൻ പറ്റുന്ന അങ്ങനത്തെ അതൊന്നും എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നെൽക്കതിര് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ വരുമ്പോഴാവാന്ന് പറഞ്ഞു ഉണ്ണേട്ടൻ. അപ്പോൾ പിന്നെ വാങ്ങിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങിത്തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ അതിങ്ങനെ വാങ്ങണം എന്ന് ആഗ്രഹിക്കണം. അപ്പോൾ പൂജമുറീൻ്റെ മുന്നിലോ ഫ്രണ്ട് ഭാഗത്തോ അതൊക്കെ തൂക്കിയിടാലോ, നല്ല ഭംഗിയല്ലേ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കാണുമ്പോഴല്ലേ അതൊക്കെ വാങ്ങുക. അപ്പോൾ ഇനിയത്തെ പ്രാവശ്യം വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒന്നും പറയാതെ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിൽ മഞ്ജുളാലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ മെയിൻ്റനൻസ് വർക്കൊക്കെ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. ഈ തൂണുകളിലും ഇതിലൊക്കെ ചിത്രപ്പണികളും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കിഴക്കേ നടയിൽ കുറേ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞു. സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ഏകദേശം എത്താനായി. അവിടെയാണ് മഞ്ജുളാൽ എന്ന് പറഞ്ഞ ആല് നിൽക്കുന്നത്. അതിലൊരു ഗരുഡൻ്റെ പ്രതിമണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ നെൽക്കതിര് കൊണ്ടുള്ള ആ ഒരു അലങ്കാരം. നെറ്റിപ്പട്ടങ്ങളൊക്കെ കണ്ടില്ലേ, എന്താണ് അടിപൊളി സംഭവം. നെറ്റിപ്പട്ടം അവിടെ വീട്ടിലുണ്ട് കേട്ടോ. കിഴക്കേ നടയിലാണ് കേട്ടോ മഞ്ജുളാൽ നിൽക്കുന്നത്. ഏകദേശം നമ്മളതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് മഞ്ജുളാൽ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഗരുഡൻ്റെ പ്രതിമ ഉള്ളത്. ഇതാ ഗരുഡൻ്റെ പ്രതിമ. ഇതൊക്കെ ഐതിഹ്യങ്ങളിലൊക്കെ ഉള്ള ആലാണ്. ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളും കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം പോരാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഗുരുവായൂർ പോകുമ്പോൾ വീണ്ടും കാണിക്കാം. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.